ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗാസ യുദ്ധഭൂമിയാകുകയാണ്. ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈനിക നടപടി വീണ്ടും ആരംഭിച്ചു. വെടിനിർത്തൽ കരാർ അവസാനിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക നടപടിയാണ് ഇപ്പോൾ നടന്നത്. ജനുവരി 19-നായിരുന്നു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. മാർച്ച് 1-ന് അവസാനിക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള ഇസ്രായേൽ നിർദ്ദേശം ഹമാസ് തള്ളിയിരുന്നു. ശേഷം നടന്ന ചർച്ചകൾ ഫലപ്രദമാകാതെ പോയതിനു പിന്നാലെ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ഭീകരാക്രമണങ്ങൾക്കാണ് ഹമാസ് പദ്ധതിയൊരുക്കിയത്. വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും മധ്യ ഗാസയിലുമുള്ള ഹമാസ് കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം. ദേർ അൽ ബലാഹ്, ഖാൻ യൂനിസ്, റാഫ എന്നിവിടങ്ങളിലുള്ള ഹമാസ് താവളങ്ങളിൽ ആക്രമണം രൂക്ഷമായിരുന്നു. അതേസമയം ഹമാസിനെതിരെയുള്ള സൈനിക നടപടി അമേരിക്കയെ അറിയിച്ചിരുന്നുവെന്നും ബന്ദികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശം ഹമാസ് അവഗണിച്ചതും വെടിനിർത്തൽ നീട്ടാനുള്ള അമേരിക്കൻ നിർദ്ദേശവും ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ ഗാസയിലെ വ്യോമാക്രമണമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. അതേസമയം ബന്ദികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഹമാസ് ആരോപിക്കുന്നു.